മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം CM തന്നെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറയും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളുണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം, APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഏത് സെക്ടറിലാണോ കൊടുക്കുന്നത് അത് പൂർണ്ണമായും സ്ത്രീകൾക്കുള്ളതായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിനുള്ള അതും ഇതിന് കൂടെ കൊടുക്കും. അതിപ്പോൾ പറയാൻ മന്ത്രിസഭ യോഗം കഴിയണം. അതിന് ചില നിയമപരമായ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ബാധ്യതകൾ. അത് അതെ അതെ തീർച്ചയായിട്ടും അതെ. അതിപ്പോ 60 കോടി രൂപയാണ് ഓർഡിനറിയിൽ മാത്രമാണെങ്കിൽ. 712 കോടി രൂപ ഓർഡിനറി മാത്രമാണെങ്കിൽ, ഒരു 1300 കോടി രൂപ വരെ എല്ലാറ്റിലും ആണെങ്കിൽ. ഇതാണ് അതിന്റെ രണ്ട് വ്യത്യാസം. അപ്പോൾ അതിൽ നമുക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കുക. ഏത് തീരുമാനം എടുത്താലും ഗവൺമെന്റ് അത് സബ്സിഡൈസ് ചെയ്യും. KSRTCയുടെ ടിക്കറ്റ് വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ടിക്കറ്റേതര വരുമാനത്തിൽ നിന്ന് അത് കൊടുക്കാൻ കഴിയില്ല. കാരണം KSRTC ഇപ്പോൾ തന്നെ ശമ്പളത്തിനും പെൻഷനും വേണ്ടി ഗവൺമെന്റ് ഏതാണ്ട് 125 കോടി രൂപ പ്രതിമാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പായിട്ട് KSRTC ഗവൺമെന്റ് തരും. ഗവൺമെന്റിന്റെ പ്രോഗ്രാം നൽകി. ഒരു മിനിറ്റ്, എന്താ ചോദിച്ചത്? അപ്പൊ അത് ഫലത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. ഇല്ല ഇല്ല അല്ല, ഒരു നിശ്ചിത സമയം നോക്കുമ്പോൾ നമുക്കറിയാലോ. ഇപ്പൊ നമുക്ക് ആർക്കും, ഇപ്പൊ മാധ്യമങ്ങൾക്കോ എനിക്കോ അല്ലെങ്കിൽ എക്സ്പേർട്ടുകൾക്ക് പോലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ. 15-ാം തീയതി തന്നെ തുടങ്ങുന്നുണ്ട്. 15-ാം തീയതി തുടങ്ങും, ഉറപ്പ്. അതൊന്നും ഞാൻ പറഞ്ഞില്ല. ആശങ്ക KSRTCക്ക് വേണ്ട. അത് കൃത്യമായൊരു മോഡല് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഫിനാൻസ് സെക്രട്ടറി, അതുപോലെ തന്നെ KSRTC MDയും ബന്ധപ്പെട്ട ഓഫീസർമാരെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. KSRTC ജീവനക്കാർക്കോ അല്ലെങ്കിൽ KSRTCയെ കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ആളുകൾക്കോ ഒരാശങ്ക ആവശ്യമില്ല. ഓർഡിനറിയിലാണ് നടപ്പാക്കുന്നതെങ്കിൽ പല മേഖലകളിൽ ഇപ്പോൾ ഓർഡിനറി കുറവാണെന്നൊക്കെയുള്ള ചില ആക്ഷേപമുണ്ട്. അപ്പൊ അവിടേക്ക് എത്തിക്കാൻ വേണ്ടി KSRTC ബസ്സുകൾ. അല്ല, അത് ഞാൻ ഓർഡിനറി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് 10-ാം തീയതി പറയാം. കൂടുമോ ഒന്ന് നോക്കാം. കൂടുകയാണെങ്കിൽ നമുക്ക് എന്തോ അത് ഞാൻ പറഞ്ഞില്ലല്ലോ. മറ്റൊരു കാര്യമേ, ഈ ഞാനിപ്പോ പറയുന്നത് 15-ാം തീയതി സൗജന്യ യാത്ര ഉണ്ടായിരിക്കും. അത് 10-ാം തീയതിയിലെ ക്യാബിനറ്റ് പ്രഖ്യാപിക്കും. മറ്റൊരു കാര്യം, ഈ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യുവാക്കളെ കയ്യിലെടുക്കുവാൻ വേണ്ടി നിരവധി മോഡിഫിക്കേഷനാണ് വാഹനങ്ങളിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ പ്രഖ്യാപനത്തിന് ശേഷം വലിയൊരു നിരാശയാണ് യുവാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. നിരാശപ്പെടേണ്ട, നമുക്ക് മാന്യമായ രീതിയിൽ ചെയ്യാം. അത് ഇത് 15-ാം തീയതി ഒന്ന് കഴിയട്ടെ, അതിനുശേഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. അല്ല, ഇപ്പോൾ പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ പലതും വാഹനങ്ങളിൽ നിലവിൽ നടപ്പില്ല ഉള്ള കാര്യങ്ങൾ. അല്ല, അത് ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ്സ് നടത്തിയിട്ടില്ല. പിന്നെ അവിടെ ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് മീറ്റിംഗ്സ് നടത്തി ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാം. അപ്പൊ ഗതാഗത വകുപ്പുമായി ഒരു ചർച്ച നടത്താതെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നത്. അത് ഇലക്ഷന് മുമ്പല്ലേ.